ദൈവപിതാവേ, എന്നുടെ താതന്റെ ദൂതന്മാരാപകൻ വാട്ടിടുന്നേ. നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധന. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുത്യൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവായ ഈശോയുടെ മുമ്പിൽ നമ്മൾ ഈ രാത്രി പ്രാർത്ഥിക്കുകയാണ്. ഒരു നല്ല കുമ്പസാരത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മൾ ദൈവത്തോട് ഈ രാത്രി ചോദിക്കുന്നത്. രണ്ട് കരങ്ങളും കൂപ്പി പിടിക്കാം. ഇന്ന് രാത്രി ദൈവവചനത്തിലൂടെ സ്വർഗം നമ്മളോട് സംസാരിച്ചു. ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഓരോ പാപങ്ങളും പിതാവായ ദൈവം നമ്മുടെ ജീവിതത്തിനടുത്ത് ഈശോയുടെ മേൽ വെച്ച്, ഈശോ നമുക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം കുരിശിൽ ബലിയായി തീർന്നു. ജീവിതകാലത്ത് എന്തെങ്കിലും ഈ ഒരു വാർത്ത കേട്ട് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് എൻ്റെ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നു എന്ന് അംഗീകരിച്ച് യേശുവിനെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് അനുതാപത്തിൻ്റെ കൃപ അങ്ങോട്ട് ചൊരിയും. ഒരു വ്യക്തി യേശു ക്രിസ്തുവിൽ വെളിപ്പെട്ട ആ ഒരു കാര്യത്തെ അറിഞ്ഞ് അനുതപിച്ച് സ്വന്തം ജീവിതത്തിൽ വന്ന മുഴുവൻ പാപങ്ങളും ഏറ്റുപറയുമെങ്കിൽ ആ ഏറ്റുപറയുന്ന എല്ലാ പാപങ്ങളും പരിപൂർണമായും ക്ഷമിക്കപ്പെടും. യേശു കുരിശിൽ മരിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് പാപം ക്ഷമിക്കപ്പെടുകയും എല്ലാ പാപം നീക്കപ്പെട്ടു എന്ന് വിചാരിക്കരുത്. ഉദാഹരണത്തിന് ഒരമ്മയ്ക്ക് പാലുണ്ട് എന്ന് വിചാരിച്ച് അതിൻ്റെ കുട്ടിക്ക് പുഷ്ടി ഉണ്ടാകണം നിർബന്ധമില്ല. ആ കുട്ടി ആ അമ്മയുടെ പാല് പോയി കുടിച്ചു കഴിയുമ്പോഴാണ് കുട്ടിക്ക് പാല് കുടിച്ചതിൻ്റെ പുഷ്ടി ഉണ്ടാവുകയുള്ളൂ. അതുപോലെ 2000 വർഷം മുമ്പ് യേശു നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്തു എന്നൊരൊറ്റ കാരണം കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ നാം വിശുദ്ധരായി തീർന്നു വിചാരിക്കരുത്. ഒരു വ്യക്തി പ്രായപൂർത്തിയാകുമ്പോൾ തൻ്റെ ജീവിതകാലത്ത് കേട്ട് ഹൃദയം കൊണ്ട് അംഗീകരിച്ച് ഹൃദയം കൊണ്ട് യേശുവിനെ ആരാധിച്ച് അനുതാപത്തോടെ തൻ്റെ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോഴാണ് പാപക്ഷമയുടെ അഭിഷേകം നിറയുന്നത്, നിത്യരക്ഷയുടെ അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെ പാപം ഏറ്റുപറയുമ്പോൾ ആ പാപം ക്ഷമിക്കാൻ സഭയ്ക്ക് കർത്താവ് അനുവാദം നൽകി. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെ വാക്യങ്ങൾ. അവൻ അവരുടെ മേൽ ഊതിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപം ക്ഷമിച്ചാൽ ക്ഷമിക്കപ്പെട്ടിരിക്കും. അത് സഭയ്ക്ക് ദൈവം നൽകുന്ന അധികാരമാണ്. അതാണ് കുമ്പസാരക്കൂട്ടിൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി അനുദപിച്ച് ദൈവമേ എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹമുണ്ട്. ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ. അനുദപിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. കുമ്പസാരക്കൂട്ടി ചെന്ന് പാപം ഏറ്റു പറഞ്ഞാൽ, ഈ വചനങ്ങൾക്ക് അനുസരിക്കാൻ ഹൃദയം കൊണ്ട് തീരുമാനമെടുത്താൽ നീ നിത്യജീവൻ്റെ ഉടമയായി മാറും. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 36-ാം തിരുലിഖിതം, പുത്രനെ വിശ്വസിക്കുന്നവൻ ആരോ അവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ ദർശിക്കുകയില്ല, അവൻ ദൈവകോപത്തിൽ ഇരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം, ഏകസത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. 1 യോഹന്നാൻ 5:12, പുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു, പുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോ മകനും മകളും പല അവസ്ഥയിലുള്ളവരാണ്. ചിലപ്പോൾ വചനം മനസ്സിലാകുന്ന അവസ്ഥയിലുണ്ട്, ചിലപ്പോൾ വചനം മനസ്സിലാകാത്ത അവസ്ഥയിലാണ്. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുക, യേശുവേ എൻ്റെ ആത്മാവിന് നിത്യരക്ഷ വേണം, എൻ്റെ ആത്മാവിന് നിത്യരക്ഷ വേണം, എൻ്റെ പാപം മുഴുവൻ കഴുകണം, അതിന് എന്നെ അങ്ങ് പരിശുദ്ധാത്മാവിൽ നയിക്കണം, എന്നെ അനുദപിക്കാൻ സഹായിക്കണം. കൈകൾ കൂപ്പി ഈ ഗാനം ആലപിക്കുമ്പോൾ ധ്യാനിച്ച് ഈശോയോട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അനുദപിച്ചാലേ
അനുഭവിച്ച അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ച വചനം അനുസരിച്ച ദൈവമഹത്വം നീ ദർശിക്കും. ആനന്ദ സ്നേഹമേശുവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്ക് നൽകണമേ. ആനന്ദ സ്നേഹമേശുവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്ക് നൽകണമേ. അനുഭവിച്ചാൽ നീ അനുഭവിച്ച അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ചാൽ വചനം അനുസരിച്ച ദൈവമഹത്വം നീ ദർശിക്കും. പാപമില്ലാത്ത നാഥൻ പാപമേറ്റു നിനക്കായി. പാപമില്ലാത്ത നാഥൻ പാപമേറ്റു നിനക്കായി. കാൽവരി മലയിൽ യാഗമായി തീർന്നു. കാൽവരി മലയിൽ യാഗമായി തീർന്നു. പാപത്തോടു മരിച്ചു നീയുമുയർത്തെണീറ്റിടണം. പരിശുദ്ധാത്മ സ്നാനമേറ്റ് സാക്ഷിയാകണം. പാപത്തോടു മരിച്ചു നീയുമുയർത്തെണീറ്റിടണം. പരിശുദ്ധാത്മ സ്നാനമേറ്റ് സാക്ഷിയാകണം. അനുദപിച്ചാൽ നീ അനുദപിച്ച അത്ഭുതം നീ ദർശിക്കും. അനുസരിച്ചാൽ വചനം അനുസരിച്ച ദൈവമഹത്വം നീ ദർശിക്കും. ആനന്ദ സ്നേഹമേശുവേ കനിഞ്ഞു വന്നിടണേ. പൂർണ്ണമായ രക്ഷയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം. ഈശോയിലേക്ക് നോക്കാം. ഹൃദയം തുറന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന സമയമാണ്. യേശുവേ, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചവനെ, എനിക്ക് വേണ്ടി കുരിശിൽ
ശരീരത്തിൽ വേദന കൊണ്ട് പിടഞ്ഞവനെ, ഈ രാത്രി എൻ്റെ ഹൃദയത്തിലേക്ക് അനുതാപത്തിൻ്റെയും നിത്യരക്ഷയുടെ അഭിഷേകം നൽകണമേ. ഹൃദയം നുറുങ്ങി പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ഓരോ അവസരങ്ങളും അമൂല്യമായ അവസരങ്ങളാണ്. ഇതുപോലൊരവസരം കർത്താവിന് ആ കുരിശ് മരണത്തിനെ തുടർന്നുള്ള നിത്യരക്ഷയുടെ അനുതാപത്തിൻ്റെ അഭിഷേകം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കനിഞ്ഞു നൽകാൻ ഇതുപോലൊരു അവസരം ഇനി നമുക്ക് തരുമോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാം. നന്നായിട്ട് ഹൃദയം തന്ന അവസരം നമുക്ക് പ്രയോജനപ്പെടുത്താം. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കാൻ, അനുതാപം കൊണ്ട് നിറയാൻ, നിത്യരക്ഷ അഭിഷേകത്തിലേക്ക് നീങ്ങാൻ, ഹൃദയം തുറക്കാൻ, പൊട്ടിക്കരയാൻ, ദൈവത്തിലേക്ക് തിരിയാൻ, പാവങ്ങൾ ഉപേക്ഷിക്കാൻ ദൈവം തന്നിരിക്കുന്ന വലിയ കൃപയുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാം. കൈകളെ ഉയർത്തുന്നു, ഈശോയിലേക്ക് നോക്കുന്നു, യേശുവിന്റെ നാമത്തെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് വിളിക്കുന്നു. കരങ്ങൾ രണ്ടും കൂപ്പിപ്പിടിച്ച് എളിമയോടെ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ, എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കുക, കൈകൾ രണ്ടും കൂപ്പിപ്പിടിക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. ഇപ്പോൾ കൈകൾ കൂപ്പി പരിശുദ്ധ അമ്മയോട് മധ്യസ്ഥ അപേക്ഷിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.